അതിനകത്ത് ഞങ്ങൾ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചവർക്കെതിരെ മിനിറ്റുകൾക്കുള്ളിൽ കേസെടുത്തു. ഞാനിപ്പോൾ 1-ാം പ്രതിയാണ്. ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിനകത്ത് ഇദ്ദേഹത്തിനെതിരായി പരാതി കൊടുക്കുകയും ഈ ഗുരുതരമായ പരാമർശം നടത്തിയെന്നുള്ളതും അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് ഒരിക്കലും അംഗീകരിച്ചുകൂടാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെ കേസെടുത്തു, മറ്റ് സംഘടനകൾക്കെതിരെ കേസെടുത്തു. അങ്ങനെ അറസ്റ്റ് ആവശ്യപ്പെടുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഒരു നിർബന്ധ ബുദ്ധിയാണ് ഈ കേരളത്തിലെ പോലീസ് കാണിക്കുന്നത്. ഞങ്ങൾ പൊതുവായ നിലപാട് ഇത്തരം തട്ടിപ്പുകളോ ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും അതിൻ്റെ ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന സംഘടനയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പോ ക്രമക്കേടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനയാണ്. ഒരു തരത്തിലുള്ള തട്ടിപ്പുകളെയും ക്രമക്കേടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയല്ല. അപ്പോൾ മെസ്സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ വിവാദങ്ങളും ചർച്ചകളും എല്ലാം ഉയർന്നു വരികയാണ്. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞു ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഈ ഗവൺമെന്റിനെ പോലും എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ഇത്രയും വലിയ ഇന്റലിജൻസ് സംവിധാനവും കാരണം കഴിഞ്ഞ സർക്കാരിലെ വകുപ്പ് മന്ത്രി തന്നെയാണ് പറയുന്നത് മെസ്സി വരും ഇവിടുന്ന് കത്തയക്കുന്നു. അങ്ങനെയൊക്കെ ലോജിക്കില്ലാതെ എങ്ങനെ ഒരു ഭരണകൂടത്തിന് ചിന്തിക്കാൻ വേണ്ടി പറ്റും? അല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മെസ്സിയുടെ ഇതെല്ലാം വരുന്നത്. അതെല്ലാം അവരുടെ മാനേജർമാർ, അവരുടെ ഏജൻസികൾ, സ്പോൺസേഴ്സ് ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് അവ്യക്തത ഉണ്ടാവും. അവരുടെ വാക്കുകൾക്കെല്ലാം ഒരു ക്ലാരിഫിക്കേഷനെല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് സ്വാഭാവികമായും ഇപ്പോൾ മെസ്സി അർജന്റീന ഗവൺമെന്റ് അല്ല മെസ്സിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇടപെടുന്നത്. അല്ലെങ്കിൽ ഫിഫയോ അദ്ദേഹം ഏതെങ്കിലും ക്ലബിലെ താരമാണെങ്കിൽ ആ ക്ലബ്ബുകളോ അല്ല കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബാഴ്സലോണ ആണെങ്കിലും അതുപോലുള്ള ക്ലബ്ബുകളല്ല അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മാനേജർമാരും അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ എഗ്രിമെൻറ്റുകളിലും ഏർപ്പെടുന്നത്. അപ്പോൾ അവരുടെ എല്ലാം വിശ്വാസ്യത അത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്ര വലിയ പണം മുടക്കി മെസ്സിയെ പോലൊരു താരത്തെ കളിക്കാൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്വാഭാവികമായിട്ട് തന്നെ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ആദ്യം മുതൽ തന്നെ ഇതിനകത്തൊരു സംശയം ഉണ്ടായിരുന്നു, ചാവിന് പോയി ചിലപ്പോൾ സംശയം ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ മെസ്സിയെ പോലെ ഒരാൾ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തും. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മറ്റേ തെച്ചുകോട്ട് രാമേന്ദ്രനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്നത് അത്ര ലാഭത്തോടു കൂടി ഒരു മന്ത്രി എങ്ങനെയാണ് ഇത്രയും നാൾ മനുഷ്യരെ പറ്റിച്ചത്? അല്ല, അദ്ദേഹത്തിന് ഈ പറഞ്ഞ സ്പോൺസേഴ്സ് കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അത് ഇപ്പോൾ ക്യാബിനറ്റിൽ വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതും മാധ്യമങ്ങളോട് പറഞ്ഞതുമെല്ലാം. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി അദ്ദേഹം ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണവും നടത്തേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉടമ്പടിയിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മന്ത്രി സ്വാഭാവികമായിട്ടും അതിനകത്ത് മറുപടി പറയാൻ ബാധ്യസ്ഥനുമാണ്. ഇപ്പോൾ നിലവിലൊരു അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ അതിൻ്റെ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം മന്ത്രിയായിരുന്ന അബ്ദുൾ റഹ്മാൻ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം താരങ്ങളുടെ എല്ലാം ഈ വൻകിട താരങ്ങളുടെ എല്ലാം സ്പോൺസേഴ്സാണ് അവരുടെ പ്രോഗ്രാമുകൾ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിലുള്ള ഇടപെടലുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഫിഫയോ അല്ലെങ്കിൽ അർജന്റീൻ ഫുട്ബോൾ ക്ലബ്ബോ ഒന്നും അറിയണമെന്നില്ല. അവരുടെ സ്പോൺസേഴ്സ് ചിലപ്പോൾ അവരുടെ കാലാവധി 1 വർഷമായിരിക്കും. ആ 1 വർഷത്തിനുള്ളിലെ പരിപാടികളെല്ലാം ചാർട്ട് ചെയ്യുന്നത് ആ സ്പോൺസറായിരിക്കും, ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ തമ്മിലുള്ള ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റോ ഏതെങ്കിലും ചർച്ചകളോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷണവും വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണവും സ്വാഗതം ചെയ്യുകയാണ് IVF. ആ അന്വേഷണം നടത്തി എവിടെയെങ്കിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണം.
പറ്റിക്കപ്പെട്ടു എന്നൊരു അഭിപ്രായം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ പറ്റിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം എനിക്കിപ്പോൾ പരസ്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനകത്ത് അന്വേഷിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ കായിക വകുപ്പ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ക്രമക്കേടുണ്ടെങ്കിൽ അതിനെ സ്വാഭാവികമായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ച് അതിനകത്ത് വീഴ്ച ഉണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കണം. LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിൽ ഞങ്ങൾ പോയിരുന്നു. ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്നതിൽ നിരവധി തവണ ആ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിനകത്ത് പോയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം AIVFൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു റാലിയോടുകൂടി ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അവരുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല. അതായത് അവരിപ്പോൾ നിരാഹാരം 36 ദിവസമായി സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുകയാണ്. ഞാനിവരെ 2023 തൊട്ട് ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ AIVFൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ വന്നതാണ്. എല്ലാ ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമരസമിതിയുടെ കൺവീനർ വളർമതി ഉൾപ്പെടെ ഞങ്ങളെ നേരിട്ട് കാണുകയും ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയും എല്ലാ ജില്ലകളിലും ഒഴിവുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പിന്നെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1:30 ആണ് നിലവിലുള്ളത്. 1:25 ആക്കി കഴിഞ്ഞാൽ കുറേയധികം നിയമനങ്ങൾ നടത്താൻ കഴിയും. അത് സ്വാഭാവികമായിട്ടും സർക്കാരാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. അങ്ങനെ നിലപാട് സർക്കാരിന് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷേ അത് അവരൊരു ചർച്ചയിലൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇത്രയും വലിയ അവർ വളരെ സമാധാനപരമായി പെൺകുട്ടികളടക്കമുള്ള ചെറിയ മക്കൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ആ വെയിലത്തും മഴയത്തുമെല്ലാം കിടന്ന് സമരം ചെയ്യുകയാണ്. അപ്പോൾ അവരോട് ചർച്ച ചെയ്യില്ല, 2 മാസം ഈ വിഷയം പഠിക്കാൻ വേണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങേയറ്റം നീതി നിഷേധമാണ്.